PSC അംഗങ്ങളുടെ എണ്ണത്തിൽ UPSCയെയും മറ്റ് സംസ്ഥാനങ്ങളെയും മറികടന്ന് രാജ്യത്ത് തന്നെ ഒന്നാമതാണ് കേരളം. രണ്ടാം സ്ഥാനത്തുള്ള കർണാടകയിൽ പോലും 16 പേർ മാത്രമുള്ളപ്പോഴാണ് കേരളത്തിൽ 21 PSC അംഗങ്ങൾ. ശമ്പളക്കാര്യത്തിലും UPSCയെ മറികടക്കുകയാണ് കേരള PSC ചെയർമാനും നമ്മുടെ അംഗങ്ങളും. ചെയർമാനും മെമ്പർമാരുമടക്കം 20 പേരാണ് നിലവിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഭരിക്കുന്നത്. ഇതിൽ 14 പേരും CPIM പ്രതിനിധികൾ. ബാക്കിയുള്ളത് ഘടകകക്ഷികൾക്കും വീതിച്ച് നൽകിയിരിക്കുന്നു. സിവിൽ സർവീസ് പരീക്ഷയടക്കം നിയന്ത്രിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിക്രൂട്ട്മെന്റ് ഏജൻസിയായ UPSCയിൽ പോലും ആകെയുള്ളത് ചെയർമാൻ അടക്കം 7 അംഗങ്ങൾ മാത്രം. 29 സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താലും മുമ്പിൽ കേരളം തന്നെ. രണ്ടാം സ്ഥാനത്തുള്ള കർണാടകയിൽ പോലും ആകെയുള്ളത് 16 അംഗങ്ങൾ മാത്രം. തമിഴ്നാട്ടിലും ആന്ധ്രയിലും രാജസ്ഥാനിലും 8 PSC അംഗങ്ങൾ വീതമുണ്ട്. ഗുജറാത്തിൽ 7, ഹരിയാനയിലും തെലങ്കാനയിലും 6, ഉത്തർപ്രദേശും ബീഹാറുമടക്കം 5 സംസ്ഥാനങ്ങളിൽ 5 പേർ മാത്രമാണ് പബ്ലിക് സർവീസ് കമ്മീഷനുകളിലെ അംഗങ്ങൾ. മറ്റു സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ സംഖ്യ ഇതിലും കുറവുമാണ്. അംഗങ്ങൾക്കും ചെയർമാനും നൽകുന്ന ശമ്പളത്തിലും സാക്ഷാൽ UPSCയെ പോലും കേരളത്തിലെ PSC നാണിപ്പിക്കും. അലവൻസ് അടക്കം കണക്കിലെടുക്കുമ്പോൾ കേരളത്തിലെ PSC ചെയർമാൻ്റെ പ്രതിമാസ ശമ്പളം 4 ലക്ഷത്തോളം വരും. അംഗങ്ങൾക്കും അത്ര തന്നെ ലഭിക്കും. അതേസമയം UPSC ചെയർമാൻ്റെ ശമ്പളം അലവൻസുകൾ കൂട്ടിയാലും 3.5 ലക്ഷം മാത്രം. അംഗങ്ങൾക്കും അലവൻസുകൾ അടക്കം ലഭിക്കുന്നത് 3.25 ലക്ഷം വരെ. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24. അപ്പോൾ അതാണ് നമ്മുടെ PSC അംഗങ്ങളുടെ എണ്ണപ്പെരുക്കം. അതാണ് നമ്മുടെ PSC അംഗങ്ങൾ വാങ്ങുന്ന ശമ്പളത്തിൻ്റെ ശമ്പളപ്പെരുക്കം. അപ്പോൾ ഇതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വനിതാ CPO റാങ്ക് ലിസ്റ്റ് പോലുള്ള റാങ്ക് ലിസ്റ്റുകൾ കിടപ്പാണ്. അതിൽ നിന്ന് ആൾക്കാരെ എടുക്കാനുണ്ട്. കുറേയധികം റാങ്ക് ലിസ്റ്റുകൾ. ഇപ്പോൾ CPO റാങ്ക് ലിസ്റ്റായും ഒരുപാട് റാങ്ക് ലിസ്റ്റുകളൊക്കെ അങ്ങനെയുണ്ട്. PSCയുടെ ജോലിയാണ്, ചുമ്മാ ഓർമ്മിപ്പിച്ചെന്നുള്ളൂ കേട്ടോ.